ഇത്തവണത്തെ UAE നാഷണൽ ഹോളിഡേയ്സിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് കൺട്രികളിലൊന്നായ ഉസ്ബെക്കിസ്ഥാനിലോട്ടാണ് കേട്ടോ. നമ്മൾ അബുദാബിയിൽ നിന്ന് വിസ് എയർ ത്രൂ ടഷ്കെൻഡിലാണ് എത്തിയത്. ടഷ്കെൻഡാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ. ഉസ്ബെക്കിസ്ഥാനിലോട്ട് ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നവംബർ 30 ഒരു ശനിയാഴ്ച. ഒരു 3.5 മണിക്കൂറാണ് അബുദാബിയിൽ നിന്ന് ടഷ്കെൻഡിലോട്ടുള്ളത്. രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ ഹോട്ടലിലെത്തിയപ്പം. നിങ്ങളൊരു UAE റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ട് ട്രാവൽ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വിസ ഒരു 3 months ഓർ മോർ വാലിഡിറ്റി മതി. ചില വീഡിയോയിൽ അവർ 6 months എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 months എന്ന് എടുത്തു പറയുന്നത്. ഞങ്ങൾ ഹോട്ടലിലെത്തി രാത്രി ഹോട്ടലിൽ നിന്ന് അവർ കുറച്ച് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു വെൽക്കം ഡ്രിങ്കും ഫ്രൂട്ട്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു വിസ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കാൻ ഒരുപാട് ലേറ്റ് ആവും. ഓൾമോസ്റ്റ് 7 മണി കഴിയും സൂര്യനൊന്ന് ഉദിച്ച് വരണമെന്നുണ്ടെങ്കിൽ. ഒരുപക്ഷെ വിൻ്റർ ആയതുകൊണ്ടായിരിക്കും. ഇന്ന് രാവിലെ ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അമിർസോയ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മളൊരു ഡ്രൈവറിനെ ഏൽപ്പിച്ചേക്കുവാണ്. ആൾ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അമിർസോയും മറ്റു ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. ഇതായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മുട്ടയും അതുപോലെ തന്നെ പലതരം സോസേജും സാൻഡ്വിച്ചും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മളിത് രാവിലെ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും മടുത്തു. എന്നാൽ പോലും തുടക്കത്തിൻ്റെ ഒരു ആവേശം കാരണം ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണിക്ക് വരാമെന്ന് ഏച്ച ഡ്രൈവർ 8:30 ആയപ്പോൾ തന്നെ ഹോട്ടലിലെത്തി. പുള്ളി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ പെട്ടെന്ന് ഇറങ്ങുവാണ്. അപ്പോഴാണ് ഇവിടെ നല്ലപോലെ ആലിപ്പഴം പെയ്യുന്ന കണ്ടത് കേട്ടോ. ഒരുപാട് നാൾ കൂടിയിട്ടാണ് ആലിപ്പഴം പെയ്യുന്ന കണ്ടേ. വലിയ വലിയ പീസായിരുന്നു കേട്ടോ. Today the bank is not working at the market. We will change it. ഇവിടെ ഡോളറും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ കറൻസിയായ സോമും അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കറൻസി മുഴുവൻ ഡോളറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ സോമിലോട്ട് പകുതി ഡോളർ കൺവേർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ബാങ്കൊക്കെ ഹോളിഡേ ആയിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ഇവിടെ ഇങ്ങനെ ചില ഷോപ്പുകളിലും ചില ഏജൻറ്റുമാരും ഒക്കെ ഉണ്ട് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് തരാനായിട്ട്. അവർ നമുക്ക് നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് തരും. അപ്പം നമ്മൾ കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു, ലോക്കലായിട്ടൊരു സിമ്മും എടുത്തു. എന്നിട്ട് നമ്മൾ അമിർസോയിലോട്ട് പോവുകയാണ്. ഇവിടെയുള്ള ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കോ ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയത്തില്ല കേട്ടോ. അതായത് ഉസ്ബെക്കിസ്ഥാനിലുള്ള 1% ആളുകൾക്ക് പോലും ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു പറഞ്ഞാൽ അതിന് വെൽക്കം പറയാൻ പോലും അവർക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ കാണിച്ചതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇവരോട് സംസാരിക്കേണ്ടത്. നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ചെയ്ത് ഡ്രൈവറിനെ കാണിക്കുക. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരത് മനസ്സിലാക്കും. അവർ തിരിച്ച് ഇതുപോലെ അവരുടെ ആപ്ലിക്കേഷനിൽ വോയിസ് ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു സിം എടുത്തതിന് നമുക്കായത് 65,000 സോമാണ് കേട്ടോ. 65,000 സോമെന്ന് പറയുമ്പം ഭയങ്കര കുറവേ ഉള്ളൂ കേട്ടോ. 1,00,000 സോമെന്ന് പറയുന്നത് 650 രൂപയോ മറ്റോ ഉള്ളൂ. രാത്രിയും പകലുമായിട്ട് 50 GB ഡേറ്റയാണ് നമുക്ക് ആ സിം വഴി കിട്ടിയത്. നമ്മുടെ നാട്ടിലെ ഓലയും ഊബറും ഒക്കെ പോലെ ഇവിടെയുള്ളത് യാൻഡെക്സ് ആണ് കേട്ടോ. യാൻഡെക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസണബിൾ റേറ്റിൽ ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും. ടാക്സി എന്ന് പറയുമ്പം ലോക്കലായിട്ട് കിട്ടുന്ന ചിലപ്പോൾ ടാക്സികൾ ഒരുപാട് റേറ്റ് പറഞ്ഞേക്കാം. പക്ഷേ യാൻഡെക്സിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ട്. അത് ഭയങ്കര ചീപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 10-20 യാൻഡെക്സ് എങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് വലിയ കെട്ടിടങ്ങളൊന്നും ഞാൻ അധികം കണ്ടില്ല കേട്ടോ. എല്ലാം കൊച്ചു കൊച്ചു കെട്ടിടങ്ങളും കുറേയൊക്കെ പഴയ കെട്ടിടങ്ങളുമാണ്. സിറ്റി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങൾ കാണാം. കൃഷിയിടങ്ങൾ പോലെ തോന്നിക്കുന്ന ചില സ്ഥലങ്ങളും ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ വലിയൊരു ആനിമൽ മാർക്കറ്റാണ്. അതായത് മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് അവരെ അറുത്ത് അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഒരു മാർക്കറ്റാണത്. ഇതാണ് ഇവിടുത്തെ കറൻസി. 1,00,000 സോമാണ് കേട്ടോ ഇതിന് 1,00,000 എന്ന് പറഞ്ഞാലും വലിയ വാല്യൂ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ 650 രൂപയൊക്കെയാണ് കേട്ടോ ഉള്ളത്.
ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് യൂട്യൂബ് വഴി കിട്ടിയ ഒരു കോൺടാക്റ്റ് ത്രൂ ആണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡ്രൈവറിനെ കോൺടാക്റ്റ് ചെയ്യുന്നത്. പുള്ളി ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ആദ്യം $75 പറഞ്ഞത്. പിന്നെ ഞങ്ങളത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് ഒരു $65 നമ്മൾ ഈ ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. രാവിലെ 9 മണിക്ക് നമ്മളെ പിക്ക് ചെയ്തിട്ട് വൈകിട്ട് 6 ആകുമ്പം ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. അതിനാണ് ആൾ ഈ $65 നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ഏറ്റവും മലയുടെ മുകളിലുള്ളൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ ഫുള്ള് മഞ്ഞാണ്. മല കയറി തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് മഞ്ഞ് ഇങ്ങനെ വീണ് തുടങ്ങുന്നത് കാണാം. അമിർസോയി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു കേബിൾ കാറിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ലെവലിൽ എത്തിയപ്പം അവിടുത്തെ കേബിൾ കാർ ചില കാരണങ്ങൾ മൂലം വർക്ക് ആവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളുടെ ഡ്രൈവർ പറഞ്ഞ് കുറച്ചും കൂടെ മുകളിലോട്ട് പോയാൽ അവിടെ വേറൊരു കേബിൾ കാർ നടത്തുന്ന ഫെസിലിറ്റി ഉണ്ട്, അവിടുന്ന് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. മഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ എല്ലാ ഒരു കൗതുകവും എനിക്കുണ്ടായിരുന്നു. കുറേ മഞ്ഞത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ സമയം കളയണ്ട, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ മഞ്ഞാണെന്ന്. അപ്പോൾ ഞങ്ങൾ സമയം കളയാതെ വണ്ടിയിൽ കയറി ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പം ഇവിടുത്തെ സിറ്റികളിലും ഇതുപോലെ കുറേയൊക്കെ മഞ്ഞ് വീഴുമെന്നാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഈ മലയുടെ മുകളിൽ മാത്രമേ ഇത്രയും മഞ്ഞുള്ളൂ. സിറ്റിയിലാണെങ്കിൽ 2-3 ദിവസം മഴ പെയ്തതിന് ശേഷം പിന്നെ മഞ്ഞ് വീണ് തുടങ്ങുമെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു കേട്ടോ. ഇന്നൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു സിറ്റിയിൽ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലെത്തി. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് പോലത്തെ സ്ഥലമുണ്ട്. അവിടുന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. 1.5 ലക്ഷം സോമാണ് ടിക്കറ്റ് പ്രൈസ് കേട്ടോ ഈ കേബിൾ കാറിൻ്റെ. അതുപോലെ അവിടെ ഒരു പാർക്കിംഗ് ഫീസും ഉണ്ട്, അത് 2.5 ലക്ഷം സോമാണ്. ഇതിന് മുമ്പ് ഞാൻ 1-2 തവണ കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും മഞ്ഞിലൂടെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. മഞ്ഞ് കാണുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇത് കാണാനും. ഭയങ്കര കൗതുകമായിരുന്നു. മൊത്തത്തിലൊരു ആഷ് കളർ പോലെ എനിക്ക് തോന്നിയേ. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗ്ലാസ് എടുക്കാൻ മറക്കരുത്. കാരണം മൊത്തത്തിൽ വെള്ളയായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിനൊരു സ്ട്രെയിൻ വരും. രണ്ടാമത്തെ കാര്യം, ഏറ്റവും മുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മഞ്ഞിങ്ങനെ പൂട പോലെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഗ്ലാസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും മുകളിൽ കേബിൾ കാറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലൊരു ഹോട്ടലും പിന്നെ ഒരു ബിൽഡിങ്ങും മാത്രമാണ് ഉള്ളത്. ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 5-10 മിനിറ്റ് മാക്സിമം നിൽക്കാൻ പറ്റത്തുള്ളൂ. തണുപ്പിൽ നിന്ന് ശീലമുള്ളവർക്ക് മേ ബി അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റുമായിരിക്കും. ഞങ്ങൾക്ക് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ കൈയൊക്കെ അങ്ങ് മരയ്ക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് കേബിൾ കാർ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കേണ്ട സമയമായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 12:30 ആയി. ഇന്ന് നമ്മൾ ഫൈസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു സാലഡും പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബണ്ണാണ് കേട്ടോ. അത് നോൺ എന്നാണ് പറയുന്നത്. ഒരു വലിയ ബണ്ണ് പോലെ ഇരിക്കും. പിന്നെ ലെമൺ ടീ ആണ് കേട്ടോ. ഷുഗർ ഇട്ട ലെമൺ ടീയും ഇവിടെ പ്രധാനമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് മീറ്റാണ് കേട്ടോ. പലതരം മീറ്റ്, കുതിരയിറച്ചി വരെ ഇവർ കഴിക്കാറുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിരുന്ന സാലഡ് ഒരു വെജിറ്റബിൾ സാലഡാണെന്ന് വിചാരിച്ച കേട്ടോ. പക്ഷേ അത് പലതരം മീറ്റിൻ്റെ സോസേജ് വെച്ചിട്ടുള്ള ഒരു സാലഡായിരുന്നു. അതിലൊരു വെജിറ്റബിൾ പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ നമ്മൾ കുറച്ച് കബാബ്സൊക്കെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഹോട്ടലിൽ ഒരുപാട് ഫ്രൂട്ട്സൊക്കെയും വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പലതരം മീറ്റുകൾ ഇങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് നമുക്ക് വാങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വില സഹിതമുണ്ട് കേട്ടോ. 20,000 സോം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ഫിഷ് അധികം എനിക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. കാരണം ഇവിടെ സീ ഇല്ല. ഒരു 2 കൺട്രീസ് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് സീയുടെ ഒരു അവൈലബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മീറ്റിലാണ് കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം കുറേ ജാക്കറ്റൊക്കെ ഇട്ട് ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഷൂ ഇടുക എന്നുള്ളതാണ്. സാധാരണ സ്നീക്കേഴ്സ് പോലത്തെ ഷൂ ഒന്നും ഇടരുത്. നിങ്ങളൊരു നല്ല വിൻ്റർ ഷൂ വാങ്ങുക, അത് വേണം ഇവിടെ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്പോട്ട് ചിങ്കൻ മൗണ്ടൻസ് ആണ് കേട്ടോ. ഇതൊരു മലയാണ്, ഫുൾ ഓഫ് ഐസാണ് കേട്ടോ. ഇവിടെയും ഇതുപോലെ കുറേ കുതിര സഫാരിയൊക്കെ നടത്താൻ ആളുകളുണ്ട്. അതുപോലെ പലതരം ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. സ്കീയിങ്, പിള്ളേർക്ക് വേണ്ടിയുള്ള മഞ്ഞത്തോടെയുള്ള ചില ആക്ടിവിറ്റീസൊക്കെ. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോയി. ഇനി നമ്മൾ പോകുന്നത് ചാർവാക് ലേക്കിലോട്ടാണ് കേട്ടോ. ഇതൊരു മാൻമെയ്ഡ് ആയിട്ടുള്ള ലേക്കാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കൊരു ഡാം പോലെയാണ് കേട്ടോ തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നല്ല തണുപ്പാവുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തേക്കും വൈകുന്നേരമായി.
ഏകദേശം 1.5 മണിക്കൂറാണ് കേട്ടോ അമിർസോയിൽ നിന്ന് ടഷ്കെൻഡ് സിറ്റിയിലോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, ഒരു 5 മണിക്ക് മുന്നേ ഞങ്ങൾ ടഷ്കെൻഡ് സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു മാള് കണ്ടു, ടഷ്കെൻഡ് സിറ്റി മാൾ. അവിടെ കയറിയിട്ട് നമ്മൾ വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്തു, പിന്നെ മാളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. സാധനങ്ങളുടെ പ്രൈസൊക്കെ എങ്ങനെയാണ്. ഇവിടെ മാളിനകത്ത് കുറച്ച് എല്ലാത്തിനും വില ഉണ്ടായിരുന്നു, അത്യാവശ്യം ഭയങ്കര ചീപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് ടാക്സി യാൻഡെക്സ് ആണെന്നാണ് കേട്ടോ. അത് നല്ല ചീപ്പാണ്. മാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലോട്ടാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് പല സ്ഥലത്തും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. രാത്രിയിൽ എല്ലാ സ്ഥലവും ഞങ്ങൾ നടന്നാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ബുക്ക് ചെയ്ത യാൻഡെക്സ് കേട്ടോ. ഇതിൽ കയറിയപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇന്ത്യൻസ് ആണെന്നുള്ളത്. പക്ഷെ സംസാരിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട് അയാൾ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ത്യൻ മൂവീസ് കാണാറുണ്ടെന്നും ഇന്ത്യൻ പാട്ടുകൾ കേൾക്കാറുണ്ടെന്നും ഷാരൂഖ് ഖാനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും. അപ്പോൾ ഞങ്ങൾക്ക് അയാൾ ഇന്ത്യൻ പാട്ടുകൾ വെച്ച് തരികയും അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിൽ കാണിക്കുകയൊക്കെ ചെയ്തു. ഇവിടെയുള്ള ഈ ഡ്രൈവർ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഒരുപാട് ഇന്ത്യൻ മൂവീസും അതുപോലെ തന്നെ ഇന്ത്യൻ പാട്ടുകളും ഒക്കെ കേൾക്കാറുള്ളവരാണ് കേട്ടോ. അവർക്ക് ഷാരൂഖ് ഖാനെയും ബാക്കിയുള്ള ആക്ടേഴ്സിനെയൊക്കെ ഒരുപാട് നല്ല പോലെ അറിയാം. ഇവിടെ മൂവീസൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ ഇന്ത്യൻ മൂവീസൊക്കെ ഒരുപാട് കാണുന്നത്. ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അനോർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നൂഡിൽസാണ്. ലാക്മാൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു സൂപ്പി ആയിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ. ഇതിനകത്ത് ലാമ്പും ബീഫും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തി എന്ന് പറയുന്ന ഇവിടുത്തെ ഡംപ്ലിങ്സ് ആണ് കേട്ടോ. ഇതിനകത്തൊക്കെ മട്ടണാണ്. നമുക്ക് മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒട്ടും ഇഷ്ടമാകത്തില്ല. എനിക്കിഷ്ടമായിട്ടില്ല. പിന്നെ കുറച്ച് ചിക്കൻ കബാബ്സും ഒക്കെ ഓർഡർ ചെയ്തു. അവിടെ ലൈവായിട്ട് ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 1ാമത്തെ ദിവസം ഇവിടെ തീരുവാണ്. തിരിച്ച് ഹോട്ടലിലെത്തി. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം.